അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിലെത്തിയ ശേഷം നാളെ ഒരു വർഷം പൂർത്തിയാക്കുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ആഗോളതലത്തിലും വലിയ മാറ്റങ്ങളാണ് ഇക്കാലയളവിൽ വന്നത്. കഴിഞ്ഞ ജനുവരി 20-ാം തീയതി അധികാരം ഏറ്റെടുത്തത് മുതൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് ട്രംപ് നടപ്പിലാക്കുന്നത്. ഇപ്പോഴും ഓരോ പ്രഭാതത്തിലും ട്രംപിന്റെ ഒരു വിവാദ പ്രസ്താവനയെങ്കിലും വരും. അതൊരു ശീലമാക്കി തോന്നുന്നു. തീരുവ ഭീഷണി, യുദ്ധഭീഷണി, തട്ടിക്കൊണ്ടുപോകൽ, സമാധാന ശ്രമം. സംഭവബഹുലമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ വർഷം. അമേരിക്കയുടെ മാത്രമല്ല ലോകക്രമം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ട്രംപിന്റെ നയപരിപാടികൾ. പകരം തീരുവ പ്രഖ്യാപനങ്ങളിലായിരുന്നു തുടക്കം. ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കനത്ത നികുതി ഏർപ്പെടുത്തിയതിനു പിന്നാലെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്നാരോപിച്ച് പിഴത്തീരുവയും ചുമത്തി. കുടിയേറ്റ നയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടികൾക്ക് തുടക്കമിട്ടു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ പലയിടങ്ങളിലും സംഘർഷങ്ങൾക്കിടയാക്കി. സർക്കാർ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന പുതിയ വിഭാഗം രൂപീകരിച്ചു. ലോകാരോഗ്യ സംഘടന, പാരീസ് കാലാവസ്ഥ കരാർ, യുനെസ്കോ എന്നിവയിൽ നിന്നുള്ള പിന്മാറ്റം പ്രഖ്യാപിച്ചു. ഗസ സമാധാന പദ്ധതി, യുക്രൈൻ സമാധാന പദ്ധതി തുടങ്ങിയവ ട്രംപിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന വാദമുന്നയിച്ച് നൊബേൽ സമ്മാനം തനിക്കാണ് അർഹതപ്പെട്ടത് എന്ന് പ്രഖ്യാപിച്ചു. നൊബേൽ ജേതാവായ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മറിയ കൊറീന മെച്ചാഡോയിൽ നിന്നും അവർക്ക് ലഭിച്ച മെഡൽ സ്വീകരിക്കാനും ട്രംപ് മടിച്ചില്ല. ഇറാനെതിരെ ഇസ്രയേലിന്റെ യുദ്ധത്തിന്റെ ഭാഗമായതും ഇറാനിൽ പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും വാർത്തയായി. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നുവെന്നാരോപിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് ലോകത്തെ അമ്പരപ്പിച്ചു. ബജറ്റ് ബിൽ പാസ്സാകാതെ വന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഷട്ട്ഡൌണിന് കാരണമായതും കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ നോ കിങ്സ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയതും തിരിച്ചടിയായി. ഗ്രീൻലൻഡ് ഏറ്റെടുക്കാൻ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതാണ് ഏറ്റവും പുതിയ സംഭവ വികാസം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.